നമ്മൾ അടുത്ത നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളാണ്. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടത്, അതായത് ദൂരവും സമയവും വേഗതയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കീഴിൽ വരുന്ന ഭാഗമാണ് ട്രെയിൻ. ഇതാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. ദൂരവും സമയവും വേഗതയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് ട്രെയിനിന് വരുന്നത്. PSCക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചോദ്യമാണ് ട്രെയിന്, ബോട്ട്, അതേ കണക്ക് വേഗതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ചോദ്യങ്ങളും PSCക്ക് വളരെ വേണ്ടപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. ട്രെയിനിന് നമുക്കറിയാം, നമ്മൾ പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുള്ളൊരു ഇതാണ് സ്പീഡ് എന്താ? സ്പീഡ് ഈക്വൽ ടു, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇത് നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്തെന്ന് പറയാം? വേഗത ഈക്വൽ ടു ദൂരം. അതായത് വേഗത എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ എന്തിലെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിക്കുക, നമ്മൾ അതിൻ്റെ വേഗതയാണ് പറയുന്നത്. വേഗത എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കൊണ്ട് ഇത്ര ദൂരം സഞ്ചരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ എത്ര വേഗതയിലാണ് സഞ്ചരിച്ചതെന്ന് കാണാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്ര ദൂരം സഞ്ചരിച്ചു, ദൂരം ബൈ അതിന് വേണ്ടിയിട്ടെടുത്ത സമയം, ആ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടെടുത്ത സമയം, അതിനാണ് എന്തെന്ന് പറയുന്നത്? വേഗത എന്ന് പറയുന്നത്. ഈ ഒറ്റ ഇക്വേഷനെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും തിരിക്കുന്നതുമാണ് ബാക്കിയുള്ളതെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. വേഗത മലയാളത്തിൽ പറയുകയാണെങ്കിൽ വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. അപ്പം ഇനി സമയമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദൂരം ബൈ വേഗത വേണം. ദൂരമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിലോ വേഗത ഇൻറ്റു സമയം. സെക്കൻഡിൽ 20 മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അറിയാം, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലാന്നുണ്ടെങ്കിൽ വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. ഓക്കെ, അപ്പം ഇവിടെ വേഗത എത്രയാണ് തന്നിട്ടുള്ളത്? വേഗത 20 മീറ്റർ പെർ സെക്കൻഡ്. എപ്പോഴും നമ്മൾ യൂണിറ്റ് എന്താണെന്ന് കൃത്യമായി ശ്രദ്ധിക്കണം. യൂണിറ്റ് ഇവിടെ മീറ്ററിലാണ് തന്നിട്ടുള്ളത്, 20 മീറ്റർ പെർ സെക്കൻഡ്. ആ ട്രെയിനിൻ്റെ നീളം എത്രയാണ്? ട്രെയിനിൻ്റെ നീളം 100 മീറ്ററാണ്. അപ്പം എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സമയം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സമയം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അങ്ങനെയാണ് സമയമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ ഡിസ്റ്റൻസ് എത്രയുണ്ട്? 100 മീറ്റർ. 100 മീറ്റർ ബൈ 20 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പം 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ ഇവിടെ എഴുതാം. 20 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ഇത് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എത്ര വരും? 5 സെക്കൻഡ് എന്ന് വരും. 100/20 എത്രയാണ്? 5 ആണ്. 100ഉം 20ഉം കൂടി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 ആണ്. അപ്പം 5 സെക്കൻഡ് എന്നാണ് നമുക്ക് ഉത്തരം വരുന്നത്. അപ്പം ഓപ്ഷൻ സി 5 സെക്കൻഡാണ് റൈറ്റ് ആൻസർ. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണമെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യമായി ഇക്വേഷൻ എഴുതാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഈ കിലോമീറ്ററിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷനും കൂടി നോക്കണം. ഓപ്ഷൻ സെക്കൻഡിലും പിന്നെ ട്രെയിനിൻ്റെ ദൂരം മീറ്ററിലും ഒക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എല്ലാം ഒരു യൂണിറ്റിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ 72 കിലോമീറ്റർ പെർ അവർ എന്നാണ്. മണിക്കൂറിൽ 72 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 72 കിലോമീറ്റർ പെർ അവർ എന്നാണുള്ളത്. 72 കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് എന്താക്കി മാറ്റണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്താവും? അതായത് മീറ്റർ പെർ സെക്കൻഡ് ആവും. കിലോമീറ്റർ പെർ അവറിനെ എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ 5/18. ഇനിയിപ്പം മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ, മീറ്റർ പെർ സെക്കൻഡിലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്താവും? കിലോമീറ്റർ പെർ അവർ ആകും. ഇത് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇപ്പം നമുക്ക് എന്തറിയാം? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്? 1000 മീറ്ററാണ്. 1000 മീറ്റർ. 1000 മീറ്റർ എന്ന് പറയുന്നത് 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റാണ്? 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ്.
60 സെക്കൻഡ്. 1000/60 × 60. അത് രണ്ടും കൂടി 0 കട്ട് ചെയ്തു. പിന്നെ 6 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 3, 10 കട്ട് ചെയ്യുകയാണെങ്കിൽ 5. അപ്പം 5/18 എന്ന് വരും. 5/18. ഇതാണ് കിലോമീറ്റർ പെർ അവറിനെ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് മീറ്റർ പെർ സെക്കൻഡ് ആവുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്നാണ് കാണിച്ചു തന്നത്. എപ്പോഴും നമ്മൾ ആലോചിക്കുക, കിലോമീറ്റർ ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ കിലോമീറ്ററിന് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 5/18 കൊണ്ട് ചെയ്യുക. ഇനിയിപ്പോൾ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ മീറ്ററിനെ കഴിഞ്ഞും വലുതാണ് കിലോമീറ്റർ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് നേരെ തിരിച്ചിടുക. 5/18 ഉള്ളതിന് പകരം 18/5 എന്നാക്കുക. അത്രമാത്രം നമ്മളൊന്ന് ആലോചിക്കേണ്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എങ്ങാനും പരീക്ഷയ്ക്ക് കിട്ടിയില്ല, മറന്നുപോയി, എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടതെന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ആ കിലോമീറ്ററിനെ മീറ്റർ ആക്കുക, പിന്നെ അവറിനെ മിനിറ്റ് ആക്കുക, മിനിറ്റിന് സെക്കൻഡ് ആക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. 72 കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 72 × 5/18. 72 × 5/18. 18ഉം 72ഉം കൂടി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? 18ൻ്റെ ഇരട്ടിയാണ് എന്ത്? 36. 36ൻ്റെ ഇരട്ടിയാണ് എന്ത്? 72. അപ്പം 18ഉം 72ഉം കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ 4 വരും. അപ്പോൾ 5 × 4 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. 20 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണമെന്ന് നമുക്കറിയാം. ഒരു പോസ്റ്റിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ കടന്നു പോകാൻ, ഒരു ട്രെയിനിന് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ എന്ത് ചെയ്യണം? ട്രെയിനിൻ്റെ ഒരു ഭാഗം കടന്നിട്ടുണ്ടെങ്കിൽ ട്രെയിൻ മൊത്തമായി കടന്നു പോയി നമുക്ക് പറയാൻ പറ്റില്ല. ട്രെയിനിൻ്റെ ആ ഫ്രണ്ട് തൊട്ട് ട്രെയിനിൻ്റെ ആ ബാക്ക് പോർഷൻ വരെ കവർ ചെയ്യണം. എന്നാൽ മാത്രമേ ട്രെയിൻ മൊത്തമായിട്ട് കടന്നു പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രെയിനിൻ്റെ നീളം കാണുക എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് കൊണ്ട് അയാളെ പാസ് ചെയ്തു എന്നുള്ളത് ട്രെയിനിൻ്റെ മൊത്തത്തിലുള്ള നീളമാണ് എന്തെന്ന് പറയുന്നത്, ആ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ട്രെയിനിൻ്റെ വേഗത നമ്മൾ കണ്ടുപിടിച്ചു 220 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താ? ട്രെയിനിൻ്റെ നീളം പറഞ്ഞിട്ടുണ്ട്. 200 മീറ്ററാണ് എന്ത്? ട്രെയിനിൻ്റെ നീളം. അപ്പോൾ ആ വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? സഞ്ചരിച്ച എത്രയാണ്? 200 മീറ്റർ. 200 മീറ്റർ സഞ്ചരിച്ചു. വേഗത എത്രയാണ്? 20. 20 എന്ന് പറയുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ്. ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 20ഉം ഇവിടെ 10 വരും. അപ്പോൾ 10 സെക്കൻഡ്. എത്രയാണ്? 10 സെക്കൻഡ്. ഓപ്ഷൻ ബി 10 സെക്കൻഡാണ് റൈറ്റ് ആൻസർ. എത്ര സമയമാണ് എടുത്തത്? ആ ആളെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 സെക്കൻഡ് സമയമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ 6 സെക്കൻഡ് സമയമെടുക്കുന്നു എങ്കിൽ തീവണ്ടിയുടെ വേഗത കാണുക. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നു പോകാൻ 6 സെക്കൻഡ് സമയമെടുക്കുന്നു എങ്കിൽ തീവണ്ടിയുടെ വേഗത കണക്കാക്കുക. നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതിലെന്ത് തന്നെയാണ്? നമുക്ക് സ്പീഡ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ വിചാരിക്കും തീവണ്ടിയുടെ നീളം തന്നിട്ടുണ്ട് 300 മീറ്റർ, പിന്നെ സമയവും നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 6 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് തോന്നാം? 300/6 ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വരും? കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 50 എന്ന് കിട്ടും. ഈ കിട്ടുന്നത് എന്താണ്? ഈ 50 എന്ന് കിട്ടുന്നത് മീറ്റർ പെർ സെക്കൻഡാണ്, അല്ലാതെ ഇത് കിലോമീറ്റർ പെർ അവർ അല്ല, മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഓപ്ഷൻ എ 50 കിലോമീറ്റർ പെർ അവർ എന്ന് കാണുമ്പോഴത്തേക്കും അതിൽ ചാടിക്കയറി കുത്തരുത്, നമുക്കത് തെറ്റിപ്പോവും. 50 മീറ്റർ പെർ സെക്കൻഡിന് നമ്മൾ എന്താക്കി മാറ്റണം? ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്ന എല്ലാം കിലോമീറ്റർ പെർ അവറിലാണ്. കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കി മാറ്റണം. 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 18/5. അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ തിരിച്ച് ചെയ്യണം. അപ്പോൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 18/5 കൊണ്ട് 5ഉം 10 കൂടി കട്ട് ചെയ്ത് പോകുമ്പോൾ 10 വരും. അപ്പോൾ 18 × 10 180 എന്തെന്ന് വരും? കിലോമീറ്റർ പെർ അവർ എന്ന് വരും. 180 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ സി 180 കിലോമീറ്റർ പെർ അവർ ആണ് റൈറ്റ് ആൻസർ. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തീവണ്ടിയുടെ വേഗത 30 കിലോമീറ്റർ പെർ അവർ ആണ്. ആ തീവണ്ടി 10 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അത് നമ്മളിവിടെ എഴുതി. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അടുത്ത തീവണ്ടിയുടെ വേഗത എത്രയാണ്? 30 കിലോമീറ്റർ പെർ അവർ ആണ്. എത്ര മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്നതാണ്? 10 മിനിറ്റ് കൊണ്ട്. അപ്പം 30 കിലോമീറ്റർ പെർ അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിക്കും? 30 × 10 മിനിറ്റാണ്. അപ്പോൾ മിനിറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? അതായത് 10 മിനിറ്റ് എന്ന് പറയുന്നത് 60 മിനിറ്റാണ് ഒരു മണിക്കൂറുള്ളത്. 10 മിനിറ്റ് എന്ന് പറയുന്നത് 10/60 ആണ്. അപ്പോൾ 10/60 30 × 10/60 ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
5. അപ്പം എത്ര 10 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 5 കിലോമീറ്റർ സഞ്ചരിക്കും. 5 കിലോമീറ്റർ. ഓപ്ഷൻ എ 5 കിലോമീറ്ററാണ് റൈറ്റ് ആൻസർ. നമുക്കറിയാം 30 കിലോമീറ്റർ ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം? നമുക്ക് 30 കിലോമീറ്ററാണ് വേഗത എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ ആണ് 30 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. അപ്പം 30 ഇൻറ്റു ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ 10 മിനിറ്റ് ബൈ 60 മിനിറ്റാണ് ഒരു മണിക്കൂറിലുള്ളത്. അപ്പോൾ 10/60 കൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 5 കിലോമീറ്റർ എന്ന് കിട്ടും. 5 കിലോമീറ്റർ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിന് 10 സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ക്രോസ് ചെയ്താൽ ട്രെയിനിൻ്റെ നീളം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിന് 10 സെക്കൻഡ് കൊണ്ട് ഇലക്ട്രിക് പോസ്റ്റ് ക്രോസ് ചെയ്താൽ ട്രെയിനിൻ്റെ നീളം എത്ര? നമുക്ക് എപ്പോഴും എഴുതുന്ന മാതിരി ഇക്വേഷൻ ആദ്യം എഴുതുക. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? വേഗത തന്നിട്ടുണ്ട്. വേഗത എത്രയാണ്? 54 കിലോമീറ്റർ പെർ ഹവർ. ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഓപ്ഷൻ നമുക്ക് മീറ്ററിലാണുള്ളത്. അപ്പോൾ 54 ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡാണ് വരിക. അപ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ 18 54 എത്ര പ്രാവശ്യം പോവും? 3. അപ്പം 5 ഇൻറ്റു 3 15 മീറ്റർ പെർ സെക്കൻഡാണ് വേഗത. അടുത്ത എത്ര? സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിന് 10 സെക്കൻഡ് കൊണ്ട് വേഗത നമ്മൾ കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ട്രെയിനിൻ്റെ നീളമാണ്. അപ്പം ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ സ്പീഡ് എത്രയാണ്? 15 ആണ്. ഇവിടെ ടൈം എത്രയാണ്? 10 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ 15 ഇൻറ്റു 10 150 മീറ്റർ. 150 മീറ്റർ. ഓപ്ഷൻ ബി 150 മീറ്റർ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ആദ്യം നമ്മൾ വേഗത കണ്ടുപിടിച്ച്, വേഗത ഇവിടെ കിലോമീറ്ററിൽ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്താക്കി? കിലോമീറ്റർ പെർ അവറിലുള്ള സാധനം എന്താക്കി? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. എന്നിട്ട് പിന്നെ ടൈം കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്തു. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 72 കിലോമീറ്റർ മണിക്കൂറിൽ സഞ്ചരിക്കുന്ന 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 140 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം വേണ്ടി വരും? നമുക്കറിയാം, ഒരു ആളെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെയിനിൻ്റെ ഫ്രണ്ട് മുതൽ ട്രെയിനിൻ്റെ ബാക്ക് വരെയുള്ള ഒരു പോർഷൻ കടന്നാൽ മതിയായിരുന്നു. ഒരു പാലം കടക്കണം എന്നുണ്ടെങ്കിൽ ആ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ട്രെയിനിൻ്റെ മുൻഭാഗം എത്തുക. എന്നിട്ട് പാലത്തിൻ്റെ അവസാനിക്കുന്ന ഭാഗം വരെ എന്ത് വേണം? ആ ട്രെയിനിൻ്റെ മുൻഭാഗം എത്തി ട്രെയിനിൻ്റെ പിൻഭാഗം വരെ കടന്നു പോകുമ്പോഴേ എന്താവുള്ളൂ? അത് പാലം ഫുള്ള് ക്രോസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രെയിനിൻ്റെ നീളവും നമുക്ക് വരും, ആ പാലത്തിൻ്റെ നീളവും വരും. ആ ഒരു ടൈമിൽ കവർ ചെയ്യുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളം പ്ലസ് പാലത്തിൻ്റെ നീളമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇക്വേഷൻ ആദ്യം എഴുതാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ എന്താണ്? അതേ കണക്ക് തന്നെ ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്ന എല്ലാം സെക്കൻഡിലാണ്, മറ്റേത് കിലോമീറ്റർ പെർ അവറിലുമാണ്. അതിനെ നമ്മൾ എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ആദ്യം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 160 പ്ലസ് 140 മീറ്റർ. അപ്പോൾ ടോട്ടൽ എത്ര വരും? 300 മീറ്റർ വരും ഡിസ്റ്റൻസ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ആ ഡിസ്റ്റൻസ് നമുക്ക് എന്തറിയാം? 300 മീറ്റർ എന്നറിയാം. 300 ബൈ സ്പീഡ് എത്രയാണ്? 72 കിലോമീറ്റർ പെർ അവറാണ്. അപ്പം 72 ഇൻറ്റു 5/18. ഇവിടെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 വരും. 4 ഇൻറ്റു 5 20 വരും. അപ്പം 300/20 എത്ര വരും? 15 വരും. അപ്പോൾ ഓപ്ഷൻ 15 സെക്കൻഡാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ 15 സെക്കൻഡാണ് ആൻസർ. ഓപ്ഷൻ എ 15 സെക്കൻഡാണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മണിക്കൂറിൽ 36 കിലോമീറ്റർ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്രയെന്നാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു, ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിൻ്റെ മുൻഭാഗം വന്ന് ആ പ്ലാറ്റ്ഫോം വന്നിട്ട് ട്രെയിനിൻ്റെ ഫുള്ള് കവർ ചെയ്ത് പോകണം. പ്ലാറ്റ്ഫോം തീരുന്നവരെ ട്രെയിൻ ഫുള്ള് കവർ ചെയ്ത് പോകണം. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ദൂരവും വരും, ട്രെയിനിൻ്റെ ദൂരവും വരും. ഓക്കെ, നമുക്ക് ഇക്വേഷൻ എഴുതാം. സ്പീഡ് ഈക്വൽ ടു, നമുക്ക് നോക്കാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. 36 കിലോമീറ്റർ. ഇവിടെ നമുക്ക് നോക്കണം, ഓപ്ഷനിൽ മീറ്ററിലാണുള്ളത്. അപ്പം മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനാണ്. അപ്പം വേഗത ഈക്വൽ ടു 36
km/h. ഇതിൽ 36 × 5/18 കട്ട് ചെയ്താൽ 2 × 5. അപ്പം 10 m/s എന്ന് കിട്ടും എന്ത് ട്രെയിനിൻ്റെ വേഗത. ഇനി എന്താ വേറെ തന്നിട്ടുള്ളത്? ട്രെയിനിൻ്റെ നീളം തന്നിട്ടുണ്ട്. ട്രെയിനിൻ്റെ നീളം 100 മീറ്ററാണ്. ട്രെയിനിൻ്റെ നീളം 100 മീറ്ററാണ്. 30 സെക്കൻഡ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 30 സെക്കൻഡ് കൊണ്ട് ട്രെയിൻ എത്ര ദൂരം കവർ ചെയ്യും? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്? 10. ടൈം എത്രയാണ്? 30 സെക്കൻഡ്. അപ്പം 300 എന്ന് കിട്ടും. അപ്പം 300 മീറ്ററാണ് എത്ര? 30 സെക്കൻഡ് കൊണ്ട് ട്രെയിൻ എത്രയാണ് കവർ ചെയ്യാം? 300 മീറ്റർ. ഇതിൽ നമുക്കറിയാം ട്രെയിനിൻ്റെ നീളം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 100 മീറ്ററാണെന്ന് തന്നിട്ടുണ്ട്. അപ്പം പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്രയായിരിക്കും? പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്രയായിരിക്കും? ടോട്ടൽ 300 ആണ്. 300 മൈനസ് 100 ട്രെയിനിൻ്റെ. അപ്പം 200 മീറ്റർ. പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്രയാണ്? 200 മീറ്റർ. ഓപ്ഷൻ സി 200 മീറ്റർ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരേ ദിശയിൽ സമാന്തരമായി സഞ്ചരിക്കുന്ന 80 മീറ്ററും 120 മീറ്ററും നീളമുള്ള 2 തീവണ്ടികളുടെ വേഗം യഥാക്രമം 25 km/h 35 km/h ആണ് എങ്കിൽ വേഗത കൂടിയ തീവണ്ടി രണ്ടാമത്തെ തീവണ്ടിയെ കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്ത്? നമുക്ക് ഒരു സംശയമൊക്കെ ഉണ്ടാവും, എന്താണ് ഈ സമാന്തരമായിട്ടെന്നൊക്കെ. അപ്പം ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സമാന്തരമായി സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എതിർദിശയിൽ എന്നാണ് പറയുക. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ഇക്വേഷൻ നമുക്ക് പതിപോലെ എഴുതി വെക്കാം. ഒറ്റ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് എല്ലാം കിട്ടുന്നത്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ട്രെയിനിൻ്റെ നീളം എത്രയാണ്? 80 മീറ്ററാണ്. ഒരു ട്രെയിനിൻ്റെ നീളം 80 മീറ്ററാണ്. അടുത്ത ട്രെയിനിൻ്റെ നീളം എത്രയാണ്? 120 മീറ്ററാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് അത് ഒരു ട്രെയിൻ അടുത്ത ട്രെയിനിനെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അപ്പോൾ 80 + 120. അപ്പോൾ എത്ര വരും? 200 മീറ്റർ വരും ടോട്ടൽ ആ ട്രെയിൻ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ട്രെയിനിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. എത്ര? 25 km/h. അടുത്തതിൻ്റെ 35 km/h. അപ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 2 ട്രെയിനും 2 വേഗതയായിരിക്കും. ആ 2 ട്രെയിനും കൂടി കൂട്ടിമുട്ടാൻ എന്താവും? എളുപ്പത്തിൽ കൂട്ടിമുട്ടും രണ്ടിൻ്റെയും വേഗത. പക്ഷെ ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിനെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിൻ്റെ സ്പീഡിനെയും കവർ ചെയ്തിട്ട് വേണം ഈ അടുത്തുള്ള ട്രെയിൻ പോകാൻ. ഏത് ട്രെയിനാണോ സ്പീഡ് കൂടുതൽ ആ ട്രെയിൻ വേണം സ്പീഡ് കുറഞ്ഞ ട്രെയിനിനെ കവർ ചെയ്ത് പോകാൻ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ വേഗത എന്ത് ചെയ്യും? നമ്മൾ മൈനസ് ചെയ്യുക. ഇപ്പം ഒരു ട്രെയിനിന് ഒരു 50 km സ്പീഡുണ്ട്, വേറൊരു ട്രെയിന് 30 km സ്പീഡാണെങ്കിൽ അതിൻ്റെ വേഗത എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? 50 - 30. അപ്പം 20 എടുക്കുക. അത് കണക്ക് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് ഒരു ട്രെയിനിൻ്റെ ദൂരവും മറ്റേ ട്രെയിനിൻ്റെ ദൂരവും വേണം അത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ടോട്ടൽ 2 തീവണ്ടികളുടെയും കൂടി ഡിസ്റ്റൻസ് എത്രയാണ്? 200 മീറ്ററാണ്. 200 മീറ്റർ ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാണ്? ഇവിടെ 25 35 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 35 - 25. ഇത് പക്ഷേ എന്തിലാണ്? km/h. ബാക്കി എല്ലാ യൂണിറ്റും ഇവിടെ മീറ്ററിലും സെക്കൻഡിലുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കി മാറ്റണം. ഇൻറ്റു 5/18 എന്തോരും? 200/10 × 5/18 എന്ന് വരും. ഇത് മേലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 200/10 × 5. ഇവിടെ ഈ 18 എന്താവും? മേലേക്ക് പോവും. ഇത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 4. അപ്പോൾ എന്ത് വരും? 72 സെക്കൻഡ് എന്ന് വരും. 72 സെക്കൻഡ്. നമുക്കിവിടെ ഓപ്ഷനിൽ നോക്കിയാൽ അറിയാം ഇവിടെ ഒന്നും സെക്കൻഡിലില്ല, എല്ലാം മിനിറ്റിലാണ്. 72 സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? 1 മിനിറ്റും 12 സെക്കൻഡുമാണ് 72 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 1 മിനിറ്റും 12 സെക്കൻഡും, അതായത് 60 സെക്കൻഡ് + 12 മൊത്തം 72 സെക്കൻഡാണ് വരുന്നത്. അപ്പോൾ 1 മിനിറ്റ് 12 സെക്കൻഡാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 125 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയും 175 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയും സമാന്തര പാതയിലൂടെ
എതിർദിശയിൽ സഞ്ചരിക്കുന്നു. ഒരു തീവണ്ടി 40 km/h വേഗത്തിലും മറ്റേത് 50 km/h വേഗത്തിലും യാത്ര ചെയ്യുന്നു എങ്കിൽ എത്ര സമയം കൊണ്ട് അവ തമ്മിൽ മറികടക്കും? അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ സ്ഥിരം ഇക്വേഷൻ എഴുതാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഒരു തീവണ്ടിയുടെ വേഗത മീറ്റർ എത്രയാണ് തന്നിട്ടുള്ളത്? 125 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു തീവണ്ടിയുടെ 175 മീറ്റർ തന്നിട്ടുണ്ട്. വേഗത എത്രയാണ് തന്നിട്ടുള്ളത്? ഒരു ഇതിൻ്റെ 40 km/h തന്നിട്ടുണ്ട്. അടുത്തതിൻ്റെ 50 km/h തന്നിട്ടുണ്ട്. 50 km/h തന്നിട്ടുണ്ട്. ഇവിടെ അവ തമ്മിൽ എത്ര സമയം കൊണ്ട് മറികടക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈമാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? ഒരു ട്രെയിനിൻ്റെ ഇത് 125 മീറ്ററാണ്, അടുത്തതിന് 175 മീറ്ററാണ്. അപ്പം രണ്ടും കൂടി എത്ര മീറ്റർ കവർ ചെയ്യണം? 125 + 175 ബൈ. നമ്മൾ മുമ്പേ ഒരേ ദിശയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പീഡ് തമ്മിൽ മൈനസ് ചെയ്തിരുന്നു. ഇവിടെ എതിർ ദിശയിലാകുമ്പോൾ എന്ത് ചെയ്യണം? ആ സ്പീഡ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 40 + 50. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ km/h തന്നിട്ടുള്ളത്. നമ്മുടെ ആൻസർ എന്തിലാണ്? സെക്കൻഡിലാണ്. അപ്പം നമ്മൾ അതിന് എന്താക്കണം? മീറ്റർ/സെക്കൻഡിലേക്കാക്കി മാറ്റണം. 40 + 50 × 5/18. 300/90 × 5/18 എന്ന് വരും. ഈ 18ഉം 90ഉം കൂടി കട്ട് ചെയ്താൽ 5 എന്ന് വരും. അപ്പം 300/25 എന്ന് വരും. 300/25 ഇത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? 300 25ഉം കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ 12 എന്ന് വരും. അപ്പം 12 സെക്കൻഡ്. ഓപ്ഷൻ സി 12 സെക്കൻഡാണ് റൈറ്റ് ആൻസർ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, എന്നാലും ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ചോദിക്കുന്ന സമയത്ത് ഒരുവിധം ആൾക്കാർക്ക് കിട്ടാത്തതാണ്, എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ പറയാം. ഒരു ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തി സഞ്ചരിച്ചപ്പോൾ മണിക്കൂറിൽ 50 km വേഗത്തിലും ഒരു സ്റ്റേഷനിലും നിർത്താതെ സഞ്ചരിക്കുന്നുവെങ്കിൽ 60 km വേഗത്തിലും സഞ്ചരിക്കാമായിരുന്നു. എങ്കിൽ മണിക്കൂറിൽ എത്ര സമയമാണ് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഫുള്ളായിട്ട് വായിക്കാം. ഒരു ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തി സഞ്ചരിച്ചപ്പോൾ മണിക്കൂറിൽ 50 km വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിച്ചു. എന്നാൽ ഒരു സ്റ്റേഷനിലും നിർത്താതെ സഞ്ചരിച്ചുവെങ്കിൽ മണിക്കൂറിൽ 60 km വേഗത്തിൽ സഞ്ചരിക്കാമായിരുന്നു. എങ്കിൽ മണിക്കൂറിൽ എത്ര സമയമാണ് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ അങ്ങനെ കൂടുതലായിട്ടൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇതെടുക്കുക, മൊത്തം എത്ര വേഗതയിലാണ് സഞ്ചരിച്ചതെന്ന് നോക്കുക. ഒരു ട്രെയിൻ ആണ് പോയിട്ടുള്ളത്, അത് സ്റ്റേഷനിൽ നിർത്തി സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ 50 km പോയായിരുന്നു. ഇനിയിപ്പം നിർത്താതെ സഞ്ചരിച്ചിരുന്നെങ്കിൽ 60 km പോയായിരുന്നു. അത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 60 - 50 ബൈ. നിർത്താതെ സഞ്ചരിക്കുകയായിരുന്നെങ്കിൽ എത്ര സ്പീഡിൽ പോകാമായിരുന്നു? 60 km സ്പീഡിൽ പോകാമായിരുന്നു. അതായത് നിർത്തി സഞ്ചരിച്ച ആ ഒരു വേഗതയും എടുക്കുക, നിർത്താതെ സഞ്ചരിച്ചിരുന്നെങ്കിൽ അതിന് പോകാൻ പറ്റുന്ന വേഗതയും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. അതേ ബൈ നിർത്താതെ സഞ്ചരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന വേഗത അതെടുക്കുക. അപ്പം 60 - 50/60. അപ്പം 10/60 എന്ന് വരും. 10/60 ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ 1/6 എന്ന് വരും. 1/6 ഹവർ എന്ന് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? km/h അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 1/6 അവർ എന്ന് കിട്ടും. പക്ഷേ ഓപ്ഷൻ എന്തിലാണുള്ളത്? മിനിറ്റിലാണുള്ളത്. ഓപ്ഷൻ മിനിറ്റിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1/6 ഇൻറ്റു എന്ത് വരും? 60. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. അപ്പോൾ 60ലേക്ക് ചെയ്താൽ 6ഉം 60യും കൂടി കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 10 എന്ന് വരും. 10 മിനിറ്റ്. അപ്പം ഓപ്ഷൻ എ 10 മിനിറ്റാണ് റൈറ്റ് ആൻസർ. നമുക്കറിയാം. അപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്ര സമയമാണ് നിർത്തിയിട്ടിരുന്നത്? 10 മിനിറ്റ്. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം.
ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ അധികമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ട്രെയിൻ നിർത്തി സഞ്ചരിച്ചപ്പോഴും നിർത്താതെ സഞ്ചരിച്ചപ്പോഴും ഉള്ള വേഗത എടുക്കുക, അത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. എന്നിട്ട് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്താതെ സഞ്ചരിച്ചിരുന്നെങ്കിൽ എടുക്കാമായിരുന്ന വേഗത കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം 60 - 50 10 10/60 എത്രയാണ്? അത് കട്ട് ചെയ്യുമ്പോൾ 1/6 അവറിന് കിട്ടും. നമുക്ക് കിട്ടുന്ന അവറിലാണെന്നുള്ള കാര്യവും മറന്നു പോകരുത്. ഓപ്ഷനിൽ മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ അവറിനെ എന്തിലേക്ക് ആക്കണം? മിനിറ്റിലേക്ക് ആക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് എത്രയാണ്? 10 മിനിറ്റ്. അപ്പം നിങ്ങൾക്ക് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാ മോഡലിലുള്ള ചോദ്യങ്ങളും ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.